കുറയ്ക്കാൻ തയ്യാറല്ല. മറ്റുള്ള ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ഒരാളിനെ, ഏതെങ്കിലും ഒരു കലാകാരനെ ഒരു ജഡ്ജായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അവർക്ക് പേടിയാണ്. അവർ പറയുന്നത് ഈ ആർട്ടിസ്റ്റ് നിങ്ങളെ കൊണ്ട് വല്ലതും പറയും, പ്രൊഡ്യൂസർ മോശമായി പെരുമാറി എന്ന് പറയും, നമ്മുടെ പണി പോവും. നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നൊരു പ്രതിഭാസമുണ്ട്. ACVയിലും കേരള വിഷനിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ആളുകൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പകരം ആളെ വയ്ക്കത്തില്ല. ആളുകളെ കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ ഓഫീസിലെ ആളുകളുടെ എണ്ണം കൂടുതലാണ്, അതൊന്ന് കുറച്ച് തരണം, എന്നാലേ നമുക്കിത് എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ കേരളമാണ്, ഇവിടെ നമ്മളങ്ങനെ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൊടി പിടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് വരും, അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൽ 90 പേരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതേ ഒരു ഡയറക്ടർ എന്നോട് ചോദിച്ചു, അവിടെ അംബാനി 90 പേരെ പിരിച്ചു വിട്ടിട്ട് ആരും കമാന്ന് മിണ്ടിയില്ലല്ലോ. ഞാൻ അത് അംബാനി ആയതുകൊണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അതോടെ എൻ്റെ വില നില ഇടിഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് ശുദ്ധ കള്ളത്തരാണെന്ന് മനസ്സിലായി. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊന്നുമില്ലെങ്കിൽ തിരിച്ചെന്നവരെ എൻ്റെ ചീത്തെങ്കിലും വിളിക്കണ്ടായിരുന്നു. അതും ചെയ്തില്ല, അവരല്ലാതെ ഇറങ്ങിപ്പോയി 90 പേരും. അത് ഇപ്പോൾ ഈ മുംബൈയിൽ ഈയിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രാജിവെച്ചപ്പോൾ അയാൾ പെട്ടെന്നൊരു വലിയൊരു മേധാവിയായിട്ടിരിക്കുന്ന പോസ്റ്റിലായതുകൊണ്ട് ഞാനൊന്ന് തളർന്നു. പെട്ടെന്ന് ഞാൻ മുംബൈയിലുള്ള എൻ്റെ റിപ്പബ്ലിക്കിലൊക്കെ ഉണ്ടായിരുന്ന CEO വിളിച്ച് ചോദിച്ചു, നമുക്ക് ഒരാളെ തപ്പാൻ മാർഗമുണ്ടോ? അയ്യോ, ഒരാളെ അല്ല, 90 പേരെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ബോംബെ നഗരത്തിലൂടെ 100 കണക്കിന് ആളുകൾ വലിയ വലിയ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്ന് പണിയില്ലാതെ പുറത്തിറങ്ങി നടക്കുക. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്യാൻ ആളുണ്ട്, നിങ്ങൾ പറയുന്ന ശമ്പളത്തിൽ വന്ന് ജോയിൻ ചെയ്യും. അത് ഇന്ത്യയിലെ ആകെയുള്ള സ്ഥിതിയാണ്. മുംബൈ മാർക്കറ്റിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്, പല ആർട്ടിസ്റ്റുകളെയും വഷളാക്കിയതിൽ എനിക്ക് പോലും ഉത്തരവാദിത്വമുണ്ട്. കാര്യം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അത് അവർ പിൽക്കാലത്ത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, വേദികളിൽ ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിമിക്രി ഒന്നും പോലും വിറ്റുപോകുന്നില്ല. കാര്യം ആളുകൾ 150-200 പേര് അവർ പൈസ എടുത്ത് അത് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചറിയണം. അതായത് ഈ അടുത്തിടെ ഒരു സംഭവം എൻ്റെ ഓഫീസിലുണ്ടായത്, ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടെ കാശ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കാശ് കുറയ്ക്കാനേ ഇപ്പം മാർഗമുള്ളൂ, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓരോ ടെലിവിഷനിൽ വരുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും വരവും ചെലവും കണക്ക് കൂട്ടിയാൽ അത് നഷ്ടമാണെന്ന് നമുക്ക് കാണാം. ഞാനത് ഈ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളി പക്ഷേ അത് തയ്യാറല്ല. പിന്നീടാണ് എൻ്റെ അക്കൗണ്ടൻ്റ് എന്നോടൊരു കാര്യം പറഞ്ഞത്, 10 കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. 10 രൂപ ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഇൻവെസ്റ്റർമാരുടെ ഒരാളായ ഗോകുലം ഗോപാലേട്ടന് കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ. അപ്പം നമ്മളിൽ ആരാ മണ്ടൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെലിവിഷൻ അവതാരകനായിട്ട് ഞാൻ നടന്ന കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു 7-8 വർഷം ഏഷ്യാനെറ്റിൽ നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ദൂരദർശനിലുണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു അറിയാമോ? നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കൂടുതലും. ഞാൻ പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, നമ്മുടെ കൺമുന്നിലൂടെ നമ്മുടെ ക്ഷണപ്രകാരം വന്ന ആളുകൾക്ക് തന്നെ നാളെ ഈ ചുറ്റുപാടിൽ തൊഴിലില്ലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ബഹിരാഷ്ട്ര കുത്തകകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഏതെല്ലാം രീതിയിലുള്ള കുത്തകളാണ്. നമ്മൾ പണ്ട് IT ലോകത്ത് മാത്രമായിരുന്നു ഈ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ എംപ്ലോയീസിന് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ബാങ്കുകളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, ഭയങ്കരമായ മത്സരമാണ്. അതുമാത്രമല്ല, അമേരിക്കയിലേക്ക് ഉള്ള ചില ഈ നിക്ഷേപകരായ ചില കുത്തകകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് വലിയ വലിയ പലനില കെട്ടിടങ്ങളുള്ള ആശുപത്രികൾ സ്വന്തമാക്കിയിട്ട് അവർ പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ്. അതായത് എന്ത് രോഗമായിട്ട് നിങ്ങൾ ചെന്നാലും, ഒരു ചെറിയ വൈറൽ ഫീവറായി ചെന്നാലും നിങ്ങൾക്ക് CT എടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആശുപത്രികളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു ദിവസം പറഞ്ഞു, ദയവ് ചെയ്ത് കേരളത്തിലേക്ക് ഇനി ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് കൊണ്ടുവരാൻ അനുവദിക്കരുത്. നമ്മുടെ ആളുകൾ ഇപ്പം തന്നെ 3.5 കോടി രോഗികൾ പോരാതെ വന്നിരിക്കുന്നു കേരളത്തിൽ. ഈ ആശുപത്രികളെല്ലാം 18% ലാഭത്തിൽ ഓടിക്കണമെങ്കിൽ ഈ സംവിധാനം പോരാ. അതുകൊണ്ട് ഒരു 3.5 കോടി രോഗികളെ കൂടി
പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങിനി ഇത് അനുവദിക്കാവൂ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. 4-ാം ദിവസം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പബ്ലിക്കായി പ്രസംഗിച്ചു. നമ്മുടെ ആരോഗ്യരംഗം കാർന്നു തിന്നാൻ ബഹിരാഷ്ട്ര കുത്തകൾ വരുന്നു, അവർക്കെതിരെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞു. ഈ കുത്തകൾക്ക് വേറൊരു താല്പര്യമില്ല, അവർ നിക്ഷേപകർ മാത്രമാണ്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. 100 രൂപ അവരെവിടെയെങ്കിലും ഇട്ടാൽ 18 രൂപ അവർക്ക് ലാഭം കിട്ടിയിരിക്കണം. അത് നിങ്ങൾക്ക് വയറിളക്കമാണോ വയറ്റുനോവാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. ഇരിക്കുന്ന ആൾ തയ്യാറാക്കി കൊടുക്കണം എല്ലാ ദിവസവും. നിങ്ങൾക്കറിയുമോ, കേരളത്തിലൊരു ഒരു കുത്തകയായ ഒരു ആശുപത്രി ശൃംഖല അവരുടെ ഒരു ആശുപത്രി കേരളത്തിൽ തുറന്നപ്പോൾ ആദ്യത്തെ മാസം തന്നെ അവർ ഓപ്പറേഷൻ പ്രോഫിറ്റിലാക്കി. എങ്ങനെ? നമ്മുടെ നാട്ടുകാരുടെ ചങ്ക് പറിച്ചെടുത്തായിരിക്കും അവർ ലാഭം ഉണ്ടാക്കിയത്. അതും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയാവുന്ന സംഭവമായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരറ്റത്തിൽ വല്ലാത്ത ചൂഷണം നടന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ കലാരംഗത്തും അതേപോലെ സർഗ്ഗലോകത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ സർവൈവൽ തന്നെ അപകടത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ കേബിൾ ഇല്ലാതാകുന്ന ഒരു കാലം അതൊക്കെ വളരെ സാധ്യത. ഇപ്പോൾ എയർ ഫൈബറൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കാഴ്ചയായി. എലോൺ മസ്കിന് മാത്രമല്ല അംബാനിക്കും ഒക്കെ തന്നെ ഇത് പറ്റും എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. ഈ ഇങ്ങനെയുള്ള കേബിൾ രഹിതമായ ഒരു ലോകത്തിൻ്റെ പിറവിയിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിക്കഴിഞ്ഞു. AI വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ തൊഴിലില്ലാതെ പോകുമെന്നുള്ള സംശയമില്ല. ഈയിടയ്ക്ക് UK നിന്നൊരു വാർത്ത നമ്മളെ ഞെട്ടിച്ചു. 80,000-ഓളം അസിസ്റ്റന്റ് നഴ്സന്മാർക്ക് AI കാരണം പണി നഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു രാത്രിയിൽ ഒരു രോഗിയോടൊപ്പം സ്റ്റാൻഡ് ബൈ, അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുന്ന ഒരാളിന് പകരം AI എന്ന് പറയുന്ന റോബോട്ട് അതെല്ലാം ചെയ്യും. 12 മണിക്ക് കൃത്യം മരുന്നെടുത്ത് കൊടുക്കും. രോഗങ്ങളൊക്കെ ചോദിക്കും, സുഖമാണെന്ന് ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചോദിക്കും. കോമ്പൻസേറ്ററി ഓഫില്ല, ലീവില്ല, അവധിയില്ല, ഒന്നും വേണ്ട. 24 മണിക്കൂറും AI റെഡിയാണ്. അപ്പോൾ AIയുടെ സാധ്യത വരുമ്പോൾ AIയെ കടന്നു പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശ്രീ സിദ്ദിഖ് ജി പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഈ ചാനലുകൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കല്യാൺ സിൽക്സിലേക്ക് ഒരാൾ കടന്നു ചെന്നിട്ട് ഇയാൾ പറയുന്നു, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എനിക്ക് 53K ഉണ്ട്. ഒരു ടെലിവിഷൻ ചാനൽ ഒരു കേബിൾ വഴി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ എത്തുമെന്നുള്ള ലോജിക്ക് അവിടെ വർക്ക് ചെയ്യത്തില്ല. 53,000 ആൾക്കാരെ ഡയറക്റ്റായിട്ട് പേര് വിവരങ്ങളുമായിട്ട് ഈ ഇൻഫ്ലുവൻസർ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർ കുറച്ചുകൂടെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത കൊണ്ട് പരസ്യം അവർ കൊണ്ടുപോകുന്നു. പരസ്യ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഞാൻ പേടിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. കാരണം ഈ ടെൻഷൻ താങ്ങാതെ വല്ല തീവണ്ടിക്ക് മുന്നിൽ ചാടി ചത്തുകളയുമെന്ന് പോലും എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. കാരണം ഇവൻ ഈ ഏജൻസികളുടെ മുന്നിലൊക്കെ പോയി മണിക്കൂറുകളോ നിന്നാലും അവർ കരുണ കാണിക്കാൻ അവർക്ക് പറ്റുന്ന സാഹചര്യമല്ല. ഞാനതുകൊണ്ട് തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ചാനലിന് പബ്ലിസിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ചാനൽ ആൾക്കാർക്ക് അറിയാം. ഏഷ്യാനെറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ വേതനം കൂട്ടിക്കിട്ടാൻ വേണ്ടി ചില കലാകാരന്മാർ എൻ്റെ അടുത്തോട്ട് വരും. അപ്പം ഞാൻ അവരോട് പറയും, ഏഷ്യാനെറ്റ് ഈസ് ദ ഹെവൻ ഫോർ ഓൾ ആങ്കേഴ്സ്. അവതാരകരുടെ സ്വർഗമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഒരു തവണ നിങ്ങൾ ഒരു സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ വിഖ്യാതനും പ്രശസ്തനുമായി മാറുന്ന അത്ഭുതകരമായൊരു സംഭവം ഈ പുളിയറക്കോണത്തിനുണ്ട്. അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. എന്നിട്ട് പുറത്തു പോയി പൈസ ഉണ്ടാക്കിക്കൊള്ളുക. അതായത് പബ്ലിസിറ്റി അകത്തും പരസ്യം പുറത്തും, കാശ് പുറത്തുണ്ടാക്കിക്കോണം എന്ന് പറയുന്ന ഒരു തിയറിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാനുള്ളത്, ഈ നാട്ടിൽ ഒരുപക്ഷെ അടുത്ത കൊല്ലം ഇതിൽ കൂടുതൽ അപകടകരമായിരിക്കും നമ്മുടെ ടെലിവിഷൻ രംഗം നേരിടാൻ പോകുന്നത്. പരസ്യ വരുമാനം കിട്ടിയില്ലെങ്കിൽ കൂടുതലും ഫ്രീ ചാനലായി വർക്ക് ചെയ്യുന്ന കേരളത്തിൽ ഇതൊന്നും പറ്റില്ല. നമുക്കൊരിക്കലും പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള നഗരങ്ങളിലൊക്കെ തന്നെ പണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ടിക്കറ്റ് വെച്ചൊരു ഷോ ചെയ്യൂ, ബെഞ്ചുകളുടെ കസേരകളും എല്ലാം ഒഴിഞ്ഞു കിടക്കും, കാരണം പണം കൊടുത്തു. എന്നാൽ കോഴിക്കോടേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഞാൻ ഈ പ്രാദേശിക വികാരം കത്തിപ്പിടിപ്പിക്കാൻ പറയുന്നതല്ല, അവിടെ ആൾക്കാർക്ക് അത് വിഷയമല്ല, അവരവിടെ കാശ് കൊടുത്ത് കാണും. അപ്പം നമ്മുടെ ഒരു സയൻറ്റിഫിക് ആൻഡ് മെൻ്റൽ ടെമ്പറാണത്, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണം കൊടുത്ത് ഈ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റുകൾ കാണാനും ന്യൂസ് കാണാനും ഒക്കെ ആളുകൾ മടിക്കുന്ന ഒരു കാലത്ത് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, ചില ടെലിവിഷൻ ചാനലുകൾ അവർ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ലോണൊക്കെ എടുത്ത് EMI ഒക്കെ അടച്ചു പോകുമല്ലോ, 50 കോടി എടുത്താലും കുഴപ്പമില്ല. EMI അടിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കേരള വിഷനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടില്ല, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയുമെന്നല്ലാതെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു KTF അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയുന്നത്, ഈ കുറച്ചുകൂടി ഈ ബ്രോഡ്കാസ്റ്റേഴ്സിനെ നിങ്ങൾക്കിവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വളരെ വേഗം ഇതെല്ലാം കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, ഈ സ്ഥാപനങ്ങളെല്ലാം. കാരണം
ഇത് നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനം എങ്ങനെ നിലനിർത്തുമെന്നുള്ള ഒരു മാജിക്കും ഒരു ടെലിവിഷൻ ചാനലുകാരനും അറിയണം എന്നില്ല. കാരണം ഇത് നമുക്കെന്തോ ഒരു വാർത്താ ചാനൽ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി പോയി ഇലക്ഷൻ വേണേൽ നിൽക്കാം. അത് ജനത്തിന് അറിയത്തില്ല, അവർ വോട്ട് ചെയ്യൂ, നമ്മൾ ജയിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ മറ്റെന്താണ് ഇതുകൊണ്ട് ഉപയോഗം എന്നുള്ളത് എനിക്ക് തന്നെ തിരിച്ചറിയുന്നില്ല. ഞാനിപ്പോൾ ശരിക്കും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലേക്ക് കുറച്ചുകൂടെ പഠനം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരു ചില മേഖലയിലേക്ക് കയറി, അവിടെ കുഴപ്പമില്ല കേട്ടോ. ഈ യൂട്യൂബിലേക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും വേണേൽ നോക്കാവുന്നതാണ്. ഈ നമ്മളുടെ 24 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ചാനൽ ഇപ്പം തന്നെ അപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസംബർ 8 അന്നാണ് ഈ 24 വന്ന വാർഷിക ദിനമാണ്. അന്ന് അത് കുറച്ചുകൂടെ ഒരു ഫുൾ ടൈം ഇംഗ്ലീഷ് വാർത്താ ചാനലായി ഏഷ്യൻ ന്യൂസ് ചാനലായിട്ട് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ന്യൂസ് ചാനലായിട്ട് അത് മാറുകയാണ്. ഞാനത് ഇവിടെയാണ് ആദ്യമായി പറയുന്നത്. ശരിക്കും അത് നല്ല പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ നിൽക്കുന്ന വരുമാനം കൊണ്ട് ഒരു വാർത്താ ചാനൽ നടത്തും. ഇത് കഴിഞ്ഞാൽ നമുക്ക് കന്നഡയിലോ തെലുങ്കിലോ അറബിക്കിലോ ഹിന്ദിയിലോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേബിൾ ശൃംഖല വഴി ഈ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഈ പ്രക്ഷേപകരെ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്. കാര്യം ഈ പ്രക്ഷേപകരുടെ ഗതി ഏതാണ്ട് അധോഗതിയായിട്ടുണ്ട്. എനിക്ക് ഇവർ നടത്തുന്ന ചർച്ചകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേൾക്കുകയാണ്. എൻ്റെ കാര്യത്തെക്കാളും എനിക്ക് തോന്നുന്ന കേരളത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ചിലതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഒരാൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ നിക്ഷേപകരോട് പറഞ്ഞ വാക്കുകൾക്കൊന്നും 10 പൈസയ്ക്ക് വില കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എൻ്റെ ഒരു ആത്മവിമർശനമാണ്. കാര്യം അവരോട് നമ്മൾ ഇത്ര കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്ര കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരു കൊല്ലം പറയുന്നില്ലേ, ആ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എനിക്കത് അവരെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ നിക്ഷേപകരെ കുറിച്ച് ആലോചിക്കാറുണ്ട്. കാര്യം ഇവരോടുള്ള വാക്ക് പാലിക്കാതെ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സാങ്കേതികമായി നമ്മൾ മാറുകയാണ്. കേബിൾ രംഗത്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് നല്ല ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിനോദ ചാനൽ നമ്മൾ നടത്തണമെങ്കിൽ ഒരുപാട് സിനിമ വാങ്ങിച്ചു വെക്കണമായിരുന്നു. ഏഷ്യാനെറ്റൊക്കെ ആവറേജ് ഒരു 25-30 സിനിമ വാങ്ങുമായിരുന്നു. ഞാനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ സ്ഥിതി എത്തായിരുന്നു. ഇപ്പം എനിക്കറിയില്ല. ആ സിനിമയൊക്കെ വായിക്കാൻ ഒരു 150-200 കോടിയൊക്കെ വേണം. മോഹൻലാലിൻ്റെ സിനിമയൊക്കെ വളരെ വിലക്കൂട്ടി തന്നെ വാങ്ങിച്ചു. കാര്യം അത് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 10 കൊല്ലത്തേക്ക് അവർ തരുമ്പോൾ ഒരുപാട് കോടികൾ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിന് സിനിമ ആവശ്യമില്ല. സിനിമ OTT പ്ലാറ്റ്ഫോം വഴി നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലൊക്കെ പോയി ആൾ കണ്ടോളും. സിനിമ വേണമെന്നില്ല. ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോൾ സിനിമയില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ എന്നോട് ആരും പറയുന്നില്ല സിനിമ വേണമെന്ന്. കാര്യം സിനിമ കാണാൻ അവർക്ക് ഒരുപാട് അവസരമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒരു 250-260 സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊരു 4, 5, 7 സിനിമയായിരിക്കും ലാഭകരമായിട്ട് പോകുന്നത്. ബാക്കി സിനിമയൊക്കെ ഏതെങ്കിലും നിർമ്മാതാവിനെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രൊഡ്യൂസറെയും കൂട്ടി എനിക്ക് അറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള ഒരാൾ അവിടെ ഓഫീസിൽ കയറി വന്നു. ഇങ്ങനെ ആത്മഹത്യയുടെ വക്കലാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ പിടിച്ചു, വീട്ടെല്ലാം ജപ്തിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. ഞാൻ സിനിമ ഇട്ട് നോക്കിയപ്പോൾ ഒരു ആവറേജ് താഴെയുള്ളൊരു സിനിമയാണ്. സംവിധായകനും കൂടെ ഉണ്ട്, ഒരു കോമഡി കഥാപാത്രം പോലെ അദ്ദേഹവും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എത്ര പൈസ തന്നാലും നമുക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം നടന്നപ്പോൾ കയ്യെ വന്ന് പിടിച്ചാൽ പറ്റില്ലെന്ന് പറയുന്നൊരു സ്വഭാവം ഇടയ്ക്ക് എവിടെയോ കയറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപ ഇവർ കൊടുത്തപ്പോൾ ഞാൻ അയാളോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, മേലിൽ നിങ്ങൾ സിനിമ പിടിക്കരുത്. അഥവാ നിങ്ങൾ സിനിമ പിടിച്ചാൽ ഈ മതിലുകെട്ട് കടന്ന് ഇപ്പുറത്ത് കയറി നിങ്ങളെ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങളെ അടിച്ചിരിക്കും ഞാൻ. കാരണം എന്നെ പോലെയുള്ള ആൾക്കാർ 16-18 മണിക്കൂർ അധ്വാനിക്കുന്ന പണമാണ് ഈ 12 ലക്ഷം. നിങ്ങൾ തിരിച്ചറിയുക. അത് അടിച്ചു മാറ്റുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. നിങ്ങൾ സ്നേഹബുദ്ധിയെ നിർബന്ധിച്ചും സമ്മർദ്ദപ്പെടുത്തിയും എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അത്രയെങ്കിലും നിങ്ങളോട് തിരിച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ്. കഷ്ടിച്ചൊരു 6 മാസം കഴിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ ഇത്തിരിയുടെ താടിയൊക്കെ വളർന്ന് ഇയാൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് കയറിപ്പോയി. ഇയാൾ എൻ്റെ കൂടെ അല്ല പേച്ച് വരുന്ന പോലെ, ചില എഴുന്നള്ളത്ത് കണ്ടില്ല ചില അമ്പലങ്ങളിൽ, അതുപോലെ പേച്ച് പോലെ എൻ്റെ കൂടെ അങ്ങ് വന്ന് മുറിക്കകത്ത് കയറി. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഇല്ല, ഇത് 2ാമത്തെ അബദ്ധമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചിരുന്നൊരു അടിയുണ്ട്, അത് ഞാൻ കഥകിന് കുറ്റിയിട്ടിട്ട് ഇപ്പം തരുമെന്ന് പറഞ്ഞു. 5 മിനിറ്റിനെ നിങ്ങളുടെ സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞു. ഒരു ചായ പറഞ്ഞു, കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. പിന്നീട് മെയിൻ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാ ദിവസവും വാട്സപ്പിൽ നീണ്ടൊരു ഓലയങ്ങ അയക്കും. അങ്ങ് വലിയ മനുഷ്യനാണ്, പരമശിവൻ്റെ അവതാരമാണ്, കാരുണ്യ കടലാണ്, അങ്ങ് ഒന്ന് ശ്രമിച്ചാൽ എൻ്റെ ആത്മഹത്യ ഒഴിവാക്കാം.
ഞാനൊരു ദിവസം ഇയാളെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളൊരു മരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മഹത്യ കൂടി ഉറപ്പാക്കും. അയാൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ നിഷ്ഠൂരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ ഒരു ക്രെഡിറ്റായിട്ട് കടന്നോട്ടുന്നു എൻ്റെ ജീവിതത്തിൽ. നമ്മൾ ഒരുപാട് പേരെ സൂചിപ്പിച്ച് ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളവരാണ്. നമ്മൾ എന്ത് നേടി? നമ്മൾ പലപ്പോഴും അപ്രിയമായ സത്യങ്ങൾ പറയാൻ താല്പര്യം കാണിച്ചവരല്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ വെറുതെ പ്രശംസിക്കാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേരങ്ങനെ നയിച്ചു പോയിട്ടുണ്ടാകും. ഒരുത്തിനും മിടുക്കില്ല, കഴിവില്ല, പ്രതിഭയില്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് നമ്മൾ കാണിച്ചുകൂടാ എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വയസ്സുകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില തിരിച്ചറിവാണത്. ഈ മനുഷ്യൻ ഇപ്പോഴും അയാൾ ഗൾഫിലായിരുന്നു. അയാളുടെ എല്ലാം പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. വീട് പോയി, ഭാര്യ പിണങ്ങിപ്പോയി, പിള്ളേർ പോയി. ഇപ്പോൾ ഏതാ ഒരു ഭിക്ഷക്കാരനെ പോലെ അയാളുടെ നാട്ടിലെവിടെയോ കിടന്ന് അലയുന്നുണ്ട്. കാരണം എന്താ പറയുക, ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഏതോ ഒരു സംവിധായകൻ്റെ മകനെ നായകനാക്കി ഒരു സിനിമ പിടിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ പിടിച്ചാന്ന് പറഞ്ഞു. ആ സംവിധായകൻ അത്യാവശ്യം പൈസ കയ്യിലുള്ള ആളാണ്, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും. അദ്ദേഹത്തിൻ്റെ മകനെ നേരെയാക്കാൻ വേണ്ടി ഇയാളുടെ ജീവിതം കുരുതി കൊടുത്തു. എന്താ ചെയ്യുക? ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും കൂട്ടി എഴുതാൻ അറിയാത്ത, ഒരു അരിത്തമെറ്റിക് തീരെ അറിയാത്ത ഒരു മനുഷ്യനായിട്ട് അയാൾ ചരിത്രത്തിൻ്റെ കൊട്ടയിൽ വീഴും. അത് സംഭവിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അപകടം പിടിച്ച സാഹചര്യം നമുക്കിത് ടെലിവിഷൻ ചാനലിലൊക്കെ നിന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ചിലതൊക്കെ ഞാൻ പറയുന്നുമുണ്ട്. ഇപ്പോൾ ഈ ബഹിരാഷ്ട്ര കുത്തകൾ നമ്മുടെ ആരോഗ്യരംഗം കാർന്നു തിന്നുന്ന കാര്യം 2-3 തവണ ഞാൻ ടെലിവിഷനിൽ നേരിട്ട് പറയുകയുണ്ടായി. കാര്യം അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം. ഞാൻ തന്നെ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഒരു ആശുപത്രിയിൽ പോകാൻ എനിക്ക് ശരിക്കും പേടിയാണ്. നിങ്ങളെപ്പോഴും വിശ്വസിച്ചോളൂ, നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ജനറൽ ആശുപത്രികളിലുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സ് തന്നെയാണ് ഉത്തമം. അത് തന്നെയാണ് ഉത്തമം. നമ്മൾ അവരുടെ ഒപ്പീനിയൻ. നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഡോക്ടർമാരെ കണ്ടൊരു ഉപദേശം തേടിയിട്ടേ നിങ്ങളത് ചെയ്യാവൂ. കാര്യം സർജറി എന്ന് പറയുന്നൊരു ചൂഷണത്തിൻ്റെ ഉപാധിയാണ് ഇപ്പോൾ കേരളത്തിലെന്ന തിരിച്ചറിവ് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ പ്രക്ഷേപണ രംഗത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പ്രക്ഷേപണ രംഗം, ടെലിവിഷൻ സംപ്രേഷണ രംഗം വളരെ വളരെ മോശമായി തുടങ്ങിയ ഒരു കാലമാണ്. എനിക്കറിയാം നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നത് നമ്മളിതിൻ്റെയൊക്കെ ചെലവ് കുറയ്ക്കുകയല്ലാതെ പരസ്യങ്ങൾ കൂട്ടി വരാൻ ഒരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല. നമ്മുടെ പല സാധ്യത, വ്യക്തിപരമായി ഞാൻ പോലും ഇപ്പോൾ പരസ്യ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട്. നിങ്ങൾ തുറന്നു പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരാളോട് പരസ്യം ചോദിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ പല ആൾക്കാരെയും വിളിക്കാറുണ്ട്. ഞാൻ എൻ്റെ ലാംഗ്വേജിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കുറിച്ച് പരസ്യം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണ്ടി വരുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഈ ഒരു 10-38 കൊല്ലക്കാലം 40 കൊല്ലക്കാലം മലയാള ടെലിവിഷൻ ആകാശത്തുണ്ടാകാത്ത ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 ചാനലുകാർ കൂടി ഇന്ന് ചർച്ച ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. കാര്യം ഇത് നിയതമായൊരു പ്രശ്നമാണ്. അതായത് ഒരു സ്ഥാപനം ചെലവാക്കുന്ന പണം പരസ്യ മാർക്കറ്റിലൂടെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് കേരളത്തിലേക്ക് ആളുകൾ വലിയ കുത്തകൾ വന്നിറങ്ങി നമ്മുടെ ആശുപത്രി വിലയ്ക്ക് വാങ്ങുന്ന പോലെ ഈ ചാനലുകൾ വാങ്ങിക്കൊണ്ട് പോകുമെന്നുള്ള മണ്ടത്തരത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ IPO പോകുന്നുണ്ട്. IPO ഒക്കെ വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ വല്ലവൻ്റെയും കാശിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൻ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതിൽ ചില ഉത്തരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ IPOയുടെയൊക്കെ ഒരു സീസണായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എന്നാൽ ഈ അടുത്തിടെ ആഗോളതലത്തിൽ IPOയ്ക്ക് പോയ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൽ വിലയിടിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ താഴേക്ക് പോകുമ്പം അദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ആളുകൾ പെട്ടെന്ന് വയലൻ്റ് ആവും, മലയാളികൾ പ്രത്യേകിച്ചും. അപ്പോൾ അവർ ശരിക്കും പ്രതികരിക്കുന്ന അല്പം അത്രയും ശീലമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രതികരിച്ചു എന്ന് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഞാനിപ്പം ഒരിക്കലും പറയില്ല അടുത്ത 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ ചാനലുകളെല്ലാം പോകും, അല്ലെങ്കിൽ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കാണുക, അങ്ങനെയൊന്നും ഞാനൊരിക്കലും പറയില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന കാലം ഒരു 2000-ൻ്റെ തുടക്കത്തിലാണ്. 2003 മുതൽ 2010 വരെയും ഞാൻ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. 7 കൊല്ലം ഒരു സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അന്ന് പലരോടും എന്നോട് പറയാറുണ്ടായിരുന്നു, 5 കൊല്ലം കൂടെ ഉള്ളൂ ഏഷ്യാനെറ്റൊക്കെ പൂട്ടി പോകുമെന്ന് പറയുന്നത്. ഇപ്പോഴും ഏഷ്യാനെറ്റ് പോകുന്നില്ല. അപ്പോൾ അതൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിലെ ചേനത്തണ്ടം കടിച്ചോലെ നമ്മൾ പൊട്ടിയും പഴുത്തുമൊക്കെ അങ്ങനെ കടന്നു പോകും. പക്ഷെ അങ്ങനെ കടന്നതുകൊണ്ട് എത്ര ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ, എൻ്റെ അക്കാഡമിയിൽ, ഫ്ലവേഴ്സിൻ്റെ ഒരു അക്കാഡമി ഉണ്ട്. ആ അക്കാഡമിയിൽ ജേർണലിസം കോഴ്സ് നിർത്തി വെച്ചിരിക്കുക.
കാരണം സിമ്പിളാണ്. ഈ ജേർണലിസം കോഴ്സ് പാസ്സാകുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നേ ബോധ്യപ്പെട്ടു. നമ്മുടെ ആൻമരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, റിപ്പോർട്ടർ. ആൻമരിയൊക്കെ ഈ അക്കാഡമിയിൽ പഠിച്ച കുട്ടിയാണ്. കുറച്ച് പേർക്ക് നമ്മുടെ അവിടെ തന്നെ ജോലി കൊടുത്തിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള എത്രയോ അക്കാഡമികൾ കേരളത്തിലുണ്ട്. ഇവരൊക്കെ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ വാർത്താ ചാനലിൽ എത്ര ആളുകളെ ആവശ്യമുണ്ട്? അതുകൊണ്ട് തന്നെ ഒരു 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 പെൺകുട്ടി നമ്മുടെ വാർത്താ മുറിയിലിരുന്ന് ചിലപ്പോൾ ചില ഇമോഷണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ആ കുട്ടി പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കോപം കൊണ്ട് കിണറ്റി ചാടിയ 2 കോപം കൊണ്ട് കരയ്ക്ക് കയറാൻ പറ്റത്തില്ല എന്ന് കുട്ടിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ആ കുട്ടിയുടെ പ്രായം കുറവുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് രാജിവെക്കാനാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കുമ്പോഴും മനസ്സ് സംസാരിക്കും, എനിക്ക് എന്തെങ്കിലും ഉള്ളിലോട്ട് തരാൻ. അപ്പോൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അതൊക്കെ സാറിൻ്റെ ഒരു പേടിയാണ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ കിളവൻ ഇങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് കരുതി. കഴിഞ്ഞ 1.5 ആഴ്ചയായി ഈ കുട്ടിയുടെ മെസ്സേജുകളുണ്ട് എൻ്റെ വാട്സപ്പ് നിറയുക. എനിക്കൊരു അബദ്ധം പിണഞ്ഞു. അപ്പോൾ ഈ അബദ്ധം പറ്റുന്ന ആളുകളുടെ എല്ലാം അബദ്ധം മാറ്റാനുള്ള കുപ്പായമെടുത്ത് അണിയാൻ നമുക്ക് വളരെ ദുരിതമായ പർവ്വത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നത്തില്ല. ക്ലേശകരമായ സാഹചര്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ ഇവർ കാണിക്കുന്ന വിഡിത്തങ്ങൾക്കൊക്കെ പിഴമൂളാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. ഞാനതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനേ പോയില്ല. കാര്യം എൻ്റെ വാട്സപ്പിൽ 7000 ആളുകളുടെ നമ്പറുണ്ട്. പല ആളുകളും ന്യായമായ കാര്യങ്ങൾ എഴുതുന്നതിനോട് പ്രതികരിക്കും. ഇതൊക്കെ അന്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മുംബൈ മാത്രമല്ല, ഞാൻ NBF എന്ന അർണാബ് ഗോസ്വാമി പ്രസിഡൻ്റായ ഒരു സംഘടനയിലെ ഒരു ഡയറക്ടറാണ് ഞാൻ. നമ്മൾ കൂടുമ്പോഴെല്ലാം പറയാറുണ്ട്, ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും മീഡിയ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള അവസരം ഇല്ലാതായിരിക്കുന്നു മറ്റ് കമ്പനികളുടെ പോലെ. AI കടന്നു വന്നിട്ടൊന്നുമല്ല. ഇതാണ് സാഹചര്യം. വളരെ ബുദ്ധിമുട്ടിക്കുന്ന, വീർപ്പുമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു കേബിൾ കമ്പനിയാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 10ാമത്തെ സ്ഥാനമൊക്കെ കേരള വിഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ കോയിൻ്റെ 2 വശമാണ് എന്നതുകൊണ്ടും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥാപനം, ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥാപനം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഒന്നിച്ച് തുടങ്ങാൻ ഈ പ്രക്ഷേപകർക്കും കേബിൾ ഓപ്പറേറ്റേഴ്സിനും കഴിയണമെന്ന് ഞാൻ പറയും. നമുക്കൊരുപാട് പോരടിക്കാൻ കാരണങ്ങളുണ്ടാകും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതവും അസ്തിത്വവും തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ബഹിരാഷ്ട്ര കുത്തകൾ വന്നിറങ്ങുന്നു. അവരുയർത്തുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അവരുടെ ചലഞ്ചസിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ എനിക്കിപ്പോഴും വ്യക്തമല്ല ഒരു കേബിൾ കമ്പനിയും ഒരു പ്രക്ഷേപകനും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചു പോകാൻ കഴിയുക. പക്ഷേ ചിലപ്പം നമ്മൾ സംസാരിച്ചിരുന്നാൽ ഒരുപാട് മേഖലകളിൽ ചിലപ്പം നമുക്ക് സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ കള്ള നാണയങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ഈ അടുത്തിടെ എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതനോട്, എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്ത ഒരാളാണ്, ഒരു സംശയം ഇയാളോട് ചോദിക്കണം എന്ന് കരുതി. അപ്പോഴാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കള്ളത്തരത്തിൻ്റെ തലപ്പത്ത് ഈ മനുഷ്യനുണ്ട്. ഞാൻ അമ്പരന്ന് പോയി, ശരിക്കും ഷോക്ക്ഡായി പോയി. അയാളോടാണ് ഞാൻ ഒരു ഉപദേശം തേടി പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളനാണയങ്ങൾ, കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കുന്നതിനൊക്കെ അപകടം പിടിച്ചതാണെങ്കിൽ നാളെ നമ്മൾ പിഴമൂളേണ്ടി വരും. അത് മാത്രമല്ല, ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, അയാൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ വളരെ പിന്നോക്കമാണ്. അയാൾ പൊതുവെ ഇൻകം ടാക്സിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇതൊരു ഗവൺമെൻറ് മണിയാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ സമാധാനത്തോടെ നടക്കുന്നു, എന്നാൽ നാളെ ഒരു 10-60,000 രൂപ ശമ്പളമുള്ള ഒരു ഇൻ്റലിജൻസ് ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾ മൂത്രം ഒഴിക്കും. അയാൾ ചോദിക്കുന്ന വൃത്തികെട്ട ചോദ്യത്തിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിലെ ഇൻകം ടാക്സ് റൂളുകളും ഡിജിറ്റൽ നിയമങ്ങളും എല്ലാം തന്നെ വളരെ കടുകട്ടിയാണ്. ഞാൻ സ്നേഹബുദ്ധിയെ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർമാരായി സ്ത്രീകളെ വയ്ക്കരുതെന്ന്. താങ്ങാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ, ഓരോ നിയമത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് 7 കൊല്ലം വരെ തടവ്, അതിൻ്റെ കൂടെ 50,000 രൂപയും കെട്ടിവെക്കണം. അതാ ഏറ്റവും വലുതെന്നാണ് പറയുന്നത്, 50,000 കെട്ടിവെക്കുന്നത്. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ തടവ് വിധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, ഞാൻ ഫെമയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ നിയമങ്ങൾ ഉണ്ട്. സ്ത്രീകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത നിയമങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അതിശക്തമായി ഡിജിറ്റൽ ലോകത്ത് എന്തും വെളിപ്പെടാനുള്ള വഴി വളരെ സാധ്യതയാണ്. അറിയുമോ അറിയില്ല എനിക്ക്. കേരളത്തിലെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രം ക്രിപ്റ്റോ വഴി 600 കോടിയുടെ കള്ളപ്പണമാണ് ഗൾഫ് നാടുകളിലേക്ക് ഒഴുകുന്നത്. നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു ഞാൻ ഈയിടെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ക്രിപ്റ്റോ കറൻസി. അതിൻ്റെ വാലറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഇത്തിരി പാടാണ്. പക്ഷേ അതിലേക്ക് കടന്നാൽ
ഈ ലോകത്ത് നടക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഇത്രയും ഒരു ജനാധിപത്യ മര്യാദയുള്ള ഒരു നല്ല സുന്ദരമായ ഈ പ്രദേശത്തുനിന്ന് ഇത്രയും കോടി രൂപ ക്രിപ്റ്റോ വഴി കടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൊച്ചിയിൽ തന്നെ കൂടി വരുന്നു എന്നുള്ളത് ഒരു ടെലിവിഷൻ വാർത്താമുറിയിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു സാധനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കള്ളനാണയങ്ങളെ ഇങ്ങനെയുള്ള ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നിങ്ങളെ കുറ്റം വിധിക്കും എന്നാളിൽ പറയില്ലേ, അതുപോലെ വിധിക്കും. ആ വിധിക്കപ്പെടുന്നതിന് ഒരിക്കലും സാക്ഷിയാകരുത്. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത്? ജീവിതത്തിൽ സമാധാനം വേണം. നമുക്ക് കിടന്നാലുടനെ ഉറക്കം വരണം. നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ശിഷ്ട ജീവിതം ജീവിച്ച് തീർക്കണം. അവിടെ നമുക്ക് നിയമത്തിൻ്റെ കീറാമുട്ടികൾ വന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കരുത്. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയരുത്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കതൊന്നും താങ്ങാൻ പോലും കഴിയില്ല. ഒരുപാട് അഭിഭാഷകരൊക്കെ നമുക്ക് സംരക്ഷണത്തിന് വരും. പക്ഷേ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് മാത്രമാണ് മനസാക്ഷിയുടെ കോടതിയിൽ നമുക്ക് ശിക്ഷ വിധിക്കപ്പെടുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രക്ഷേപണ കാലം കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സമയമായി എന്നും, അതുമാത്രമല്ല പ്രക്ഷേപണ ലോകം പുതിയ ശാസ്ത്ര സാധ്യതകളിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന മനുഷ്യർ ചതഞ്ഞരയുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്കൊരു പുതിയ ഒരു ബ്രോഡ്കാസ്റ്റ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഞാൻ പറയുന്നത് ഒരു പുതിയ പ്രക്ഷേപണ സംസ്കാരം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ വിതരണത്തിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറേ കാലം കൂടി ഈ സ്ഥാപനത്തെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയും. കാര്യം എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അന്നമാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനം അപ്പോൾ ഈ കേരള വിഷൻ തന്നെ 1000 കോടിയിലേക്കോ കടന്നപ്പോൾ ഞാൻ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളാണ്. കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നൊരു സ്ഥാപനം 1000 കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. അപ്പോൾ അത് അത്രയും വലിയ നേട്ടങ്ങൾ ഇപ്പം ഷാജിയോട് സംസാരിക്കുമ്പോൾ അതേ 4000 കോടി കടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്ഭുതമാണ്. 4000 കോടിയുടെ വിറ്റുവരവുള്ളൊരു സ്ഥാപനം അദ്ദേഹത്തിന് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആ മനുഷ്യനെ ആദരിച്ചു പോകും. നമ്മൾ എന്ന് പറയുന്ന പോലെ നമുക്കിത് കേരള വിഷനൊരു അത്ഭുതമാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ കണ്ണീരും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇനി നമുക്ക് എല്ലാ വർഷവും ഞാനിവിടെ ഉണ്ടല്ലോ, അടുത്ത വർഷവും ഈ കേബിൾ ഇതിന് സിദ്ദിഖ് ജി എന്നെ വിളിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അടുത്ത കൊല്ലം ചോദിച്ചാലും മതി. അന്ന് സ്ഥിതികളിലൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അന്ന് ഞാൻ മറുപടി പറയാം. ഗുഡ് ബൈ.